ബിഗ് ബോസ് മൊത്തത്തില് 4 പോയിന്റ്, ഒരു ബേൺ കാർഡും. 4 പോയിന്റുകൾ അതിലേക്ക് ലഭിച്ചെങ്കിലും ബേൺ കാർഡ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് ലഭിച്ച മുഴുവൻ പോയിന്റുകളും അസാധുവായിരിക്കുന്നു. ഓഹ്, അതുകൊണ്ട് കേട്ടപ്പോ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, നല്ല ഒന്നൊന്നര സന്തോഷമാണെന്നുള്ളതാ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഒരിക്കലും ചതിക്കില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കരുത് എന്ന് ഉറപ്പ് കൊടുത്ത ആദില തന്നെ അക്ബറിന്റെ പോയിന്റ് മുഴുവൻ ഇല്ലാതാക്കി എന്നുള്ളതാ. ഏകദേശം ഈ ഒരു റൗണ്ടും കൂടി അയാൾ വിൻ ചെയ്യായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല പോയിന്റ് ഉണ്ടായിരുന്നു. 90-95 പോയിന്റിലേക്ക് അയാൾ ചുരുങ്ങിപ്പോയി. 0 പോയിന്റിലേക്ക് ഈ ആദിലയുടെ ഒരൊറ്റ കുരുട്ടുബുദ്ധി കൊണ്ട് നടന്നു എന്നുള്ളതാ. എന്നാൽ ആദില മാത്രമല്ല, ആ ഒരു കാര്യത്തില് കൂടെ നിന്ന് ചതിച്ച ഒരു നാറിയ കളി കളിച്ച ഒരു മനുഷ്യനുണ്ട്, നെവിൻ ആണത്ര മുഴുവൻ പോയിന്റും കട്ടെടുത്തത് എന്ന് ഇന്ന് ലക്ഷ്മിയോട് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് തുറന്നു കാണിക്കാൻ പോകുന്നത് ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ എത്രത്തോളം ബിഗ് ബോസ് ഫേവർ ആക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് ടിക്കറ്റ് ഫിനാലയിലേക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയതിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്പെഷ്യൽ എന്തോ ഒരു തേങ്ങാക്കൊല കൊടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അതിലേക്ക് ആൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 263 പോയിന്റ് ആണ് ആൾക്ക് കിട്ടിയത്. അനീഷേട്ടന് ഏകദേശം 198 പോയിന്റ്, അതുപോലെ അനുമോൾക്ക് 180 പരം പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആര്യനെ എന്തുകൊണ്ടാണ് ഫേവർ ചെയ്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ട ആരൊക്കെയോ ബിഗ് ബോസിന്റെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. എന്നാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ അൺഫെയർ ഗെയിം ഇന്ന് കളിച്ചു കൂട്ടി എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞാൻ കള്ളത്തരം കാണിച്ചു എന്നുള്ളത്. ശ്രദ്ധിക്കുക, ആരാണ് കാർഡുകൾ ഒളിപ്പിച്ചത്? ഞാൻ കാർഡുകൾ പോക്കറ്റിന്റെ 3-4 ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ യെല്ലോ അതെന്താണ് ആരും കാണിക്കാത്തത്? ഞാൻ വെച്ചാൽ യെല്ലോ കളർ അവള് വേണ്ടതൊക്കെ എന്റെ വേണ്ടായിരിക്കും നാളത്തെന്ന് പറഞ്ഞു. എല്ലാ കാർഡുകളും കാണിക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ കള്ളക്കളി എന്നോട് വേണ്ട. അല്ല ബിഗ് ബോസ് ഞാൻ സമ്മതിച്ചു. ബിഗ് ബോസ് ഈ യെല്ലോ കാർഡ് ഞാൻ വെച്ചപ്പോ ഇത് നോക്കിയിട്ടില്ല. ഇല്ലത് അനുമോളാണ് ഇത് ചെയ്തത് എങ്കിൽ എന്താവും അവസ്ഥ? ബിഗ് ബോസ് ചിലപ്പോ നേരിട്ട് നോമിനേഷനിൽ വരെ കൊണ്ടുപോയിടാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറെ വല്ല ആളുകളാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. പക്ഷെ ഇവിടെ ആര്യനായതുകൊണ്ട് കള്ളക്കളി എന്നോട് വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കൂടാത്ത മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളക്ട് ചെയ്ത കാർഡുകൾ, കോയിൻസ് എന്ന് പറയുന്ന ഈ കാർഡുകൾ ഓൾറെഡി സ്ക്രാച്ച് ചെയ്യപ്പെട്ട നിലയിലാണത്രേ ആര്യന്റെ ഒക്കെ കയ്യിലുണ്ടായിരുന്നത്. അത് സ്ക്രാച്ച് ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. ഇതൊക്കെ അവിടെ തുറന്നു പറയുമ്പോഴും ബിഗ് ബോസ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്, ആര്യൻ ഒളിപ്പിച്ചു വെച്ചത് തുറന്നു കാണിക്കൂ എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതാണ്. ഇത് അവിടെയുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ബിഗ് ബോസ് അത് ചൂണ്ടിക്കാണിച്ച ആളുകൾക്ക് പോലും താക്കീത് കൊടുത്തു, ആര്യൻ എന്തുമാകാം എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണത്. ഉരുളക്കിഴങ്ങിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഉരുളക്കിഴങ്ങുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് പണി വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കുക. ഓക്കെ, അയാൾ മാറ്റി വെക്കണതിന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആദിലേക്ക് കിട്ടിയ കാർഡ് ഗോൾഡ് യെല്ലോ കളറാണ്. അതിലുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേൺ കാർഡ് എന്നുള്ളതാണ്. ബേൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ പോയിന്റ് ഒക്കെ പോകും. ഈ ഒരു പേടി കാരണം അത്ര എടുത്ത് പോക്കറ്റിൽ വെച്ചത്. കൃത്യമായി അവിടെ എത്ര കോയിൻസ് അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് അത് ബിഗ് ബോസിന്റെ കയ്യിലുണ്ടാവും. കൃത്യമായി ക്യാമറയിൽ നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. അത് ആര്യൻ പോക്കറ്റിൽ എടുത്ത് വെച്ചു. കൊള്ളാല്ലേ? ഇത് വേറെ വല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയുന്ന രീതിയൊക്കെ മാറും. പക്ഷെ എന്ത് പറയാനാണ്, ഈ വിഷയത്തിനെതിരെ ശക്തമായിട്ട് എല്ലാവരും പ്രതികരിച്ചു. എല്ലാവരും ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് അത് അനീഷേട്ടനാണ്. അതൊന്ന് കാണാം എന്തായാലും. ഞാൻ പറയാറില്ലേ ക്യാപ്റ്റൻ സാബുമാൻ, ഞാൻ പറയാറില്ലേ ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറയുന്ന കാര്യം അടുത്തക്കോടെ പോകാത്ത ആളാണ്. ഒരു സംശയം വേണ്ട, ഒരു കുഴപ്പമില്ല. ബിഗ് ബോസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നതിന് നന്ദി. കടലക്കറി ഞാൻ കൊണ്ട് ഉരുളക്കിഴങ്ങിടും. കേട്ടില്ലേ? അനീഷ് പറഞ്ഞ കറക്റ്റ്. അനീഷ് എത്ര തവണ ഇത് ആവർത്തിച്ചെന്നറിയും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ആവർത്തിക്കുന്നതാണ്. ഫെയർ ഗെയിം അല്ല, കള്ളത്തരം മാത്രമാണ് ആര്യം കാണിക്കുന്നത്. പല ഭാഗങ്ങളിലും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ ലാലേട്ടനോട് ഷാനവാസ്ക ഒരു ചൂടായ ഭാവത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതേപോലെ തന്നെ ആര്യനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞതിനെ തറുതല പറയുക, ഒരു മൈൻഡ് കൊടുക്കാതെ ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ട് ഒരുപാട്, ഇതിപ്പോഴല്ല കുറച്ച് മുമ്പാണ്. എന്നാൽ ഇന്ന് ഗെയിമിന്റെ അകത്ത് പോലും ആ ഒരു കൂതറത്തരം കാണിക്കുന്നുണ്ട് എങ്കിൽ അത് ബിഗ് ബോസിനോട് പുച്ഛ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.
ആര്യന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ അതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് പറയും. നേരെ തിരിച്ച് വേറെ വല്ല ആൾ ഇപ്പൊ അനുമോള് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അനുമോള് ഈ ഒരു കോയിനൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം നിലത്തുനിന്ന് കിട്ടിയ 2 കയ്യിൽ വെച്ചപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ആരെങ്കിലും വീണ്ടും എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അനുമോള് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വെറുതെ വിട്ടു. പക്ഷെ ആര്യന് ആ കാര്യം ചൂണ്ടിക്കാണിക്കുക, അനുമോളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, അതെന്താ നിങ്ങൾ പറയാത്തതെന്നൊക്കെ. അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളൊക്കെ കണ്ടത്രേ ആര്യൻ ഇത് ചുരണ്ടി വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബഹളാണ്. ഈ ബഹളത്തിന്റെ ഇടയിൽ ബിഗ് ബോസിന്റെ ഒരു ഇടപെടലുണ്ട്. ഓ ഭയങ്കരാണത്, ഭയങ്കരം. ഒരു വൃത്തികെട്ട പരിപാടി എനിക്കറിയാം. ഇന്ന് ഡോൾ ഇയാളുടെ ഡോൾ അടിച്ചു മാറ്റിയത്. പക്ഷെ അതിലൊരു loop ഇതിൽ ലൂപ്പ് ഞാൻ വിളിച്ചു. സ്ക്രാച്ച് ചെയ്തിട്ട് എടുത്ത് വെക്കലാണ് മാറ്റി വെച്ചു. ക്യാമറ ഉണ്ട് ഇവിടെ, സത്യമുണ്ട്. ഡോളിന്റെ കാര്യത്തിൽ ഓക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ലാലേട്ടൻ തെളിക്കട്ടെ വീക്കെൻഡിൽ ഒരു പ്രശ്നമില്ല. ലാലേട്ടൻ തെളിയിക്കട്ടെ വീക്കെൻഡിൽ നിന്ന് അതിൽ നെവിനും കുടുങ്ങും, ആദിലയും കുടുങ്ങും. അനൂറയ്ക്ക് ഇത് അറിയാം, പക്ഷെ ഇത് ലാലേട്ടൻ നോക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. കാരണം പൂമ്പാറ്റകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്ന ആൾ ഇവർ പറയാറ്, എന്നാൽ ഇന്ന് ആര്യം ചെയ്ത ഈ ഒരു ഊളത്തരത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അയാൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതെന്തായാലും നമുക്ക് ആ ഒരു ദിവസത്തെ കാര്യങ്ങളോട് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇപ്പൊ നടന്ന കാര്യത്തിൽ ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ അതിനകത്ത് ഇടപെടുന്നതാണ് ചോദിക്കുന്നത്. ഇത് വേണമെങ്കിൽ ക്യാപ്റ്റന് സംസാരിക്കാം. പക്ഷെ ഇത് ആരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും ബിഗ് ബോസ് ആര്യന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അടിപൊളി. ആര്യനൊരു കപ്പ് എന്ന രീതിയിലേക്ക് ബിഗ് ബോസ് 7 മാറുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ലൂപ്പോളിക്ക് ആരും പോകില്ല എന്നുള്ള ഒരു സാധനം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഫെയർ ആയിട്ട് കളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി. കേട്ടില്ലേ? അതിലെയും നൂറയും ഒക്കെ ചെന്നിട്ടാണ് പറഞ്ഞത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കക്കൊന്നും വേണ്ട, നമുക്ക് മാന്യമായി കളിക്കാം എന്നുള്ളത്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ആളത് കൊണ്ടുവച്ചത്. അത് നൂറ് പറഞ്ഞത് കേട്ടില്ലേ? സൂക്ഷിക്കേണ്ടത് നിങ്ങളെ കടമയാണ് എന്നുള്ളത്. പാർട്ണറാളാ കട്ടിട്ടുള്ളത്, സംരക്ഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പാർട്ണർ നല്ല വൃത്തിക്ക് കട്ടിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഒരു തവണയല്ല, ഒരു തവണ ഫുഡ് വന്ന സമയത്ത് അതിൽ നിന്ന് കട്ടതും ഭയങ്കര പ്രൊഫഷണൽ ലുക്കാണ്. എങ്ങനെയെങ്കിലും സംരക്ഷിക്കണല്ലോ. ആയിക്കോട്ടെ, അതുകൊണ്ടാണല്ലോ ഞാനൊന്നും പറയാത്തത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരുമാതിരി നമ്മൾ ഭയങ്കര ഫിലോസഫി എന്ന് പറയാൻ നിൽക്കരുത്. എല്ലാവരും ഫെയറായി കളിക്കണം, ഇപ്പൊ ഫെയറായി കളിക്കണം കേട്ടോ, എല്ലാവരും അവര് പറഞ്ഞു ഫെയറായി കളിക്കണം. ഇന്നലൊക്കെ ഭയങ്കര ബോറ് കള്ളത്തരൊന്നും കള്ളത്തരാണ്. പക്ഷെ ഇന്നലത്തെ പോലെ എന്നുള്ളത് ഇന്നലത്തെ പോലെ എല്ലാം നിങ്ങൾക്ക് എങ്ങനെ പറയാം? 20 പോയിന്റ് ആ ചെങ്ങായിക്ക് 0 പോയിന്റ് ആക്കി കൊടുത്ത മനുഷ്യന്മാരാണ് നിങ്ങൾ. ഒരു പോയിന്റ് പോലും കിട്ടാതെ അയാൾ കരഞ്ഞത് നമ്മൾ കണ്ടതാണ്. അയാൾ കരയേണ്ടവനാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തൊക്കെയാണെങ്കിലും അയാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ സാധനം മുഴുവനായിട്ട് ഒരു 5 എണ്ണൊക്കെ കക്കണമല്ല, മുഴുവനായിട്ട് കട്ടുകൊണ്ടുപോയപ്പോ എത്രത്തോളം വിഷമം ആൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും അതിനെ ന്യായീകരിക്കല്ല എന്റെ പൊന്നു നൂറമോളെ. ഈ ആഴ്ച പുറത്തേക്ക് വരാനുള്ള നെവിന്റെ കൂടെ അല്ലേ? എന്തായാലും കാണട്ടെ. സത്യസന്ധതയാണ് ഒന്നുമില്ല. നിങ്ങളെ പിന്നെ കളർ കാണിക്കുമ്പോ ഓക്കെ, ഞാൻ എന്നെ കോയിൻസ് എല്ലാം റദ്ദാക്കണം. അടിപൊളി. എന്ത് മനുഷ്യനാടോ ഇവനൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കേട്ടോ. ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം അനീഷേട്ടൻ ബഹളം വെച്ചറിയോ? ഇതിനൊരു തീരുമാനം ബിഗ് ബോസ് ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷെ ബിഗ് ബോസ് അവിടെ കാണിച്ചതാണ് കോമഡി. പിന്നെ പണിയും പണിഷ്മെന്റും അത് ഞാൻ തീരുമാനിക്കും. പണിയും പണിഷ്മെന്റ് പറഞ്ഞാൽ അനീഷേട്ടൻ തീരുമാനിക്കണ്ടാന്ന്. അതായത് ബിഗ് ബോസിന് അറിയാം കപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളത്, ആരെ സംരക്ഷിക്കണം എന്നുള്ളത്. വേറെ വല്ല ആളുകളൊക്കെ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിപ്പുരയെ കൊടുത്തിട്ട് പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആര്യനായതുകൊണ്ട് മാത്രം തന്നെയാണ് അയാളെ സംരക്ഷിക്കുന്നത്. അയാളെ പോയിന്റുകൾ, അയാൾ കോയിൻസ് കീറിയിട്ട് അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഷാനവാസ്ക പറയുന്നുണ്ട്. അതേപോലെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. മുൻകൂട്ടി അവൻ പണിയാണോ എന്ന് നോക്കാൻ ഒരു മര ഇട്ട് നോക്കി. അപ്പൊ എന്തോ എഴുത്ത് കണ്ടപ്പോ അത് പോക്കലിട്ടു. മലയാളത്തിലാണല്ലോ എഴുതിക്കുന്നത്. അങ്ങനെ 4 എണ്ണം മാറ്റിവെച്ചു. 2 പണി കിട്ടി കണ്ടപ്പോ അടുത്ത് മാറ്റിവെച്ചു എന്നാ പറയുന്നത്. കൊള്ളാല്ലേ? ഇങ്ങനെയൊക്കെ പൊക്കി കൊണ്ടുപോകേണ്ട കാര്യം എന്താണ് ബിഗ് ലൂസേ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ ഈ സീസൺ ഭയങ്കര നാണക്കേടാണ്, വളരെ മോശപ്പെട്ട സീസൺ തന്നെയാണെന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഊളത്തരമായി എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയം ഒരു ന്യായീകരണം കൂടി ഉണ്ട് എന്റെ പൊന്നുമക്കളെ. ഈ ന്യായീകരണം കേട്ടാൽ നമ്മൾ വിചാരിക്കും ആര്യൻ എന്ത് നല്ല മനുഷ്യനാണെന്നുള്ളത്. ഒലക്കാപ്പിണ്ണാക്ക ഒന്ന് കണ്ടോക്കെ.
ഈ 4 മാറ്റി വെക്കാനുള്ള മോട്ടിവേഷൻ എന്താ? ഞാൻ പറയാം, 4 യെല്ലോ കളർ ഇത്ര തടിയുള്ള കളേഴ്സ് ആണ് ഈ 4 യെല്ലോ കളേഴ്സ്. ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ചപ്പോൾ ഞാൻ ബേൺട്ട് കണ്ടപ്പോൾ ഞാൻ വെച്ചു ഇതിനകത്തുനിന്ന് എനിക്ക് ദൂരെ കാണാൻ പറ്റുന്നത് കളേഴ്സ് ഗോൾഡൻ, വൈറ്റ്, യെല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ 4 എന്ന് പറഞ്ഞാൽ എനിക്ക് ഗോൾഡ് മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ഗോൾഡൻ എത്ര ഉണ്ട്? 7 ഉണ്ട്. വൈറ്റ് 5 ഉണ്ട്. ഏറ്റവും കുറവായത് ഈ യെല്ലോ തടിയുള്ള സാധനങ്ങൾ. കംപ്ലീറ്റ് ഞാൻ കണ്ടത് ഈ 4 യെല്ലോ കോയാണ് ഏറ്റവും തടിയുള്ള ഏറ്റവും വെറൈറ്റി ഉള്ള. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മാറ്റി വെക്കാം, ഇത് 4 പോയിന്റ് പോയാലും കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിൽ പണി ഉണ്ടാവരുത്, അതെന്റെ മൈൻഡ് ഉണ്ടായിരുന്നു. അതിന് 2 പോയിന്റും 2 പണിയായിരുന്നു. അക്ബറെ വെറുതെ കൂടെ നിർന്നിട്ട് ഊക്കല്ലേ. അക്ബർ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ വിഷയത്തിൽ. എല്ലാവരും ഇവൻ ഇത് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഈ മാറ്റിവെക്കണതിനുള്ള കാര്യം പറഞ്ഞത്. അതിലാട്ടം ഇനി നെഗറ്റീവ് പോയിന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബേൺ കാർഡ് ഉണ്ടെങ്കിലോ ആ പേടി കാരണം എടുത്തു വെച്ചാന്നുള്ളത്. കളക്ട് ചെയ്തത് എല്ലാതും അവിടുന്ന് സ്ക്രാച്ച് ചെയ്യണമെന്നതാണ് നിയമം. അത് ബിഗ് ബോസ് ചൂണ്ടിക്കാണിച്ച ആരാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ തുറന്ന് കാണിക്കാം. അത് ചുരണ്ടുമ്പോ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഓൾറെഡി വരയിട്ട് നോക്കിയിട്ടുണ്ട് ബിഗ് ബോസ് എന്നുള്ളത്. ബിഗ് ബോസ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാല് അതന്നെ ആര്യനൊരു കപ്പ് നല്ല പരിപാടിയാണ്. എന്തായാലും ബിഗ് ലൂസ് 7 ഈ വീക്ക്ലി ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ആര്യനാണ്. അഭിനന്ദനങ്ങൾ. സ്വെറ്റും ബ്ലഡും ഈ ഫീൽഡിൽ ഇത്രയായിരുന്നു. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ആര്യന് ടിക്കറ്റ് ടു ഫിനാലയിൽ ഒരു സവിശേഷ അധികാരം ലഭിക്കുന്നതാണ്. അതെന്താണെന്ന് പിന്നീട് അറിയിക്കാം. അതായത് ടിക്കറ്റ് ടു ഫിനാലയിൽ ആര്യൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന്റെ 100% ഉറപ്പ് ബിഗ് ബോസ് അവിടെ നൽകി എന്നുള്ളതാണ്. അല്ലാതെ ഇനി വോട്ട് കൊടുത്തിട്ട് വോട്ട് കാത്തിട്ടൊന്നും ആളെ പുറത്താക്കാൻ പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇനി വല്ല ഫിസിക്കൽ അസോൾട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്താക്കില്ല, കോംപ്രമൈസ് ആയിരിക്കും ചെയ്യുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും വളരെ മോശമായി എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അനീഷ് പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പോയിന്റ് ഒക്കെ റദ്ദാക്കണം എന്നൊക്കെ തന്നെയാണ്. ആ ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് നിങ്ങളല്ല തീരുമാനം എടുക്കേണ്ടത്, ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അൺഫെയർ ഗെയിം ബിഗ് ബോസും കളിച്ചു. മോശപ്പെട്ട കളി തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പിന്നെ ബൊമ്മ കട്ടതും ഇതും തമ്മിൽ കൂട്ടി വെച്ചിട്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ആര്യന്റെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് കാണാതെ പോകരുത്. അതുപോലെ തന്നെ നൂറയുടെ മനോഭാവവും. തന്റെ പാർട്ണറാണത് കട്ടതെന്ന് അറിയാം, എന്നിട്ട് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതിനിടയിൽ ആദിൽ അക്ബറിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അക്ബർ ആകെ കയ്യിൽ നിന്ന് പോയി, തകർന്നു പോയി. ഇനി ഒരു ഗെയിം ഏതെങ്കിലും രീതിയിൽ വന്ന അയാളുടെ കയ്യിൽ നിന്ന് ഫിസിക്കലായിട്ട് കിട്ടാൻ പോണത് വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനി അങ്ങോട്ട് കൊടുക്കേണ്ട ഗെയിമുകളും ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളത്. ഇതൊക്കെ വളരെ മോശം ഗെയിമാണ്. എന്താണ് ഒരു സ്ട്രോങ് ഇതിലേക്ക് പോവാത്തത്? ഇതെല്ലാവർക്കും എല്ലാവർക്കും കഴിയാത്ത രീതിയിലുള്ള സ്ട്രോങ് ഗെയിമുകൾ കൊടുത്തിട്ട് ഇത് കാണുന്ന ആളുകൾക്ക് തന്നെ പുച്ഛം തോന്നുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് സ്കൂളിൽ കളിച്ചിരുന്ന കളികളല്ലേ, ആ ഒരു രീതിയിലൊക്കെയാണ് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ വേണം. നല്ല സ്ട്രോങ് സാധനം കൊടുത്ത് 8ന്റെ പണി 7ന്റെ പണി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് 7ന്റെ പണി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 7 വർണ്ണങ്ങളും ചേരുന്ന മഴവില്ല് പണി കൊള്ളാം. എന്തായാലും ബിഗ് ബോസെ ആര്യന കപ്പ് ഇനിയിപ്പോൾ അധികം വൈകാതെ എടുത്താണ്ട് കൊടുക്ക്, അതല്ലേ നല്ലത്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും അനിമോള് ഏകദേശം 3ാം സ്ഥാനം വരെ അയാൾ എത്തിയിട്ടോ, അത് വലിയൊരു സംഭവമാണ്. അനീഷേട്ടൻ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അനീഷേട്ടന് മുന്നോട്ട് എത്താൻ കഴിഞ്ഞിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു ഗെയിം ഒരു റദ്ദാക്കിയില്ലേ. ആ റദ്ദാക്കിയ സമയത്ത് അയാൾ കരഞ്ഞപ്പോ ചിരിച്ച അക്ബർ ഇവിടെ ഇരുന്ന് വീണ്ടും കരഞ്ഞു. ഓക്കെ, അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് സന്ദീപ് പാൾ സൈനിങ് ഓഫ്.